കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. പഠന വൈകല്യങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും നേരിടുന്ന കുട്ടികൾക്കായി നാം ഏർലി ഇന്റർവെൻഷൻ സെന്റർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ അലോമിനി അസോസിയേഷന്റെയും മൂവാറ്റുപുഴ MCS ആശുപത്രിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. PB നൂഹ് IAS സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മല അലുമിനി അസോസിയേഷൻ മൂവാറ്റുപുഴ കോപ്പറേറ്റീവ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പഠന വൈകല്യങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും നേരിടുന്ന കുട്ടികൾക്കായി നാം ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്ന യൂണിറ്റ് ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം PB നൂഹ് IAS നിർവഹിച്ചു. നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ സ്വഭാവ വൈകല്യങ്ങൾ മുതൽ പഠന വൈകല്യങ്ങൾ മുതൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് അടക്കം ഉള്ള പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ പ്രഗത്ഭർ നമ്മുടെ സൊസൈറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന NIPMRന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സംസ്ഥാന സർക്കാർ ഒരു സ്ഥാപനമാണ്. അവിടെ ഈ മേഖലയും ഇതിൻ്റെ ഒരു സ്പെക്ട്രം ഓഫ് ഇഷ്യൂസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വ്യക്തിപരമായിട്ട് സോഷ്യൽ ജസ്റ്റിസിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് എനിക്ക് പരിചയമുള്ളതാണ്. ഏർലി ലേണിംഗ് ഡിസബിലിറ്റീസിൻ്റെ ഏർലി ഡിറ്റക്ഷൻ്റെ റിലവൻസ് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതാണ്. ഈ കുട്ടികളുടെ പല പ്രശ്നങ്ങളും ഇവിടെ പ്രസൻറ്റേഷൻ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം. ഇൻ്റലക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാ കുട്ടികളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള ഈ കുട്ടികൾക്ക് പലപ്പോഴും വളരെ ചെറിയ ചില പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം വരുന്ന ഇഷ്യൂസാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും സമയബന്ധിതമായ ചികിത്സ നൽകുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ കഴിയും. അനവധി പ്രതിസന്ധികൾ നേരിടുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിന് ആവശ്യമുള്ളതുമായ ഒന്നാണ് ഇപ്രകാരമുള്ള ഒരു സെന്റർ എന്ന് അദ്ദേഹം പറഞ്ഞു. പഠന പ്രശ്നങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നതുകൂടാതെ കുട്ടികളിലെ ജന്മസിദ്ധമായ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള അവസരം കൂടി NEIC ഒരുക്കിക്കൊടുക്കുന്നുണ്ട്. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PPL ദോസ് താക്കോൽദാനം നിർവഹിച്ചു. NEIC ചെയർപേഴ്സൺ ഡോക്ടർ സാറ നന്ദന മാത്യു, NEIC കോർഡിനേറ്റർ പോൾ P തോമസ് എന്നിവർ താക്കോൽ ഏറ്റുവാങ്ങി. ഡോക്ടർ സാറ നന്ദന മാത്യു, ഡോക്ടർ നീലിമ എന്നിവർ NEICയുടെ രൂപീകരണത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു. NEIC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിത T പോളിന്റെ നേതൃത്വത്തിൽ പഠന വൈകല്യവും പെരുമാറ്റ പ്രശ്നങ്ങളും കുട്ടികളെയും കുടുംബത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും പരിഹാരമാർഗങ്ങൾ തേടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും തുറന്നു കാണിക്കുന്ന ബോധവൽക്കരണ സ്കിറ്റ് നടത്തി. ചടങ്ങിൽ നാം പ്രസിഡന്റ് അഡ്വക്കേറ്റ് OV അനീഷ് അധ്യക്ഷത വഹിച്ചു. മാത്യു കുൾനാടൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. നാം വിദ്യാകിരൺ പ്രൊജക്ട് കോർഡിനേറ്റർ രാജേഷ് മാത്യു, ഹോസ്പിറ്റൽ ചെയർമാൻ PM ഇസ്മായിൽ, നിർമ്മല ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം, പൂർവ്വ വിദ്യാർത്ഥിയും മൂവാറ്റുപുഴ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് കുര്യാക്കോസ്, വാർഡ് കൗൺസിലർ നിസ അഷ്റഫ്, നിപ്മർ ഡയറക്ടർ ചന്ദ്രബാബു C, സെറിൻ ഡൊമിനിക്, NEIC ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അർപ്പിത സച്ചീന്ദ്രൻ, നാം ട്രഷറർ ശിവദാസ് T നായർ, NEIC സ്റ്റാഫുകൾ, നിർമ്മല അലുമിനി അംഗങ്ങൾ, MCS ഹോസ്പിറ്റൽ സ്റ്റാഫ്സ്, NEIC സ്റ്റുഡൻസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. ഫോർ അഡ്മിഷൻസ് കോൾ 7594054282.